നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ നമ്മൾ പരിചയപ്പെടുന്നത് തൃശൂർ ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന അക്ഷയ് എ ആണ്. അദ്ദേഹം ഒരു PhD സ്കോളർ കൂടിയാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി തൃശൂർ ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തു വരുന്ന അക്ഷയ് എ ആണ്. അക്ഷയ് ഒരു PhD സ്കോളർ കൂടിയാണ്. നമസ്കാരം അക്ഷയ്. നമസ്കാരം. പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. തുടക്കം തന്നെ റേഡിയോയുമായിട്ടുള്ള ബന്ധം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ തോന്നുന്നു. അതെ, പറയൂ അക്ഷയ്, എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ റേഡിയോയുമായിട്ടുള്ള ആ ഒരു കേട്ടുമുട്ടൽ, അതെങ്ങനെയായിരുന്നു എന്ന് പറയാം. കുഞ്ഞിലെ മുതലേ ഞങ്ങളുടെ വീട്ടിൽ റേഡിയോ ഉണ്ടായിരുന്നു. അന്ന് ഈ റേഡിയോയിലുള്ള പാട്ടുകളും സംഭവങ്ങളൊക്കെ കേട്ടാണ് വളർന്നു വന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിനെ സംബന്ധിച്ചൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു റേഡിയോ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആദ്യ പടി എന്ന് പറഞ്ഞാൽ റേഡിയോയ്ക്ക് അതിനകത്തൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം എങ്ങനെയാണ് വന്നത് കൂടി ഒന്ന് വിശദീകരിക്കാം. മുമ്പ് ആകാശവാണിയിൽ നാട്ടുവിശേഷം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനകത്ത് സർക്കാർ അന്ധവിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു അനൗൺസ്മെന്റ് അതിനകത്ത് കേൾക്കുകയും ഞാനും എൻ്റെ സഹോദരിയും കാഴ്ച പരിമിതരാണ്. അപ്പോൾ ഞങ്ങളുടെ അമ്മ ഇത് കേട്ട് ഇവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം എഴുതിയെടുത്ത് നമ്മുടെ അച്ഛനോട് പറയുകയും പിന്നെ നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൽ എത്തിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ആകാശവാണി. ബ്ലൈൻഡ് സ്കൂളിൽ നിന്നാണ് പിന്നെ നമ്മൾ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുകയും അവിടെ നിന്ന് SMV സ്കൂളിൽ പോയി ഹൈസ്കൂൾ പഠിക്കുകയും ഹയർ സെക്കൻഡറിയും അവിടെ തന്നെ തുടരുകയും ഡിഗ്രി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കരസ്ഥമാക്കുകയും. യൂണിവേഴ്സിറ്റി കോളേജിലെ ഡിഗ്രി ഏത് സബ്ജക്റ്റിലാണ് ചെയ്തത്? മലയാളം ഐച്ഛിക വിഷയമായിട്ടാണ് പഠിച്ചത്. മലയാളത്തിനോടൊരു പ്രത്യേക ഇഷ്ടം പണ്ടുപോലെ ഉണ്ടോ? മലയാളത്തിനോട് ഇഷ്ടം വരാനുണ്ടായ കാരണം ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾസ് കലോത്സവം വിളിക്കുന്നുണ്ടായിരുന്നു. സർക്കാർ എല്ലാ വർഷവും നടത്തുന്നുള്ളതാണ്. ആ വർഷം കലോത്സവം വന്ന സമയത്ത് മലയാളത്തിലെ കവിത പാടാൻ ആരുമില്ല, കവിത ചൊല്ലാനായിട്ട് ആരും ഇല്ലായിരുന്നു. പെട്ടെന്നൊരിക്കൽ ഞങ്ങളുടെ ടീച്ചർ എന്നോട് ചോദിച്ചു, നിനക്ക് കവിത പാടിക്കൂടെയോ? അങ്ങനെയാണ് കവിത പാടി തുടങ്ങിയതും കവിതകൾ കേട്ട് തുടങ്ങിയതും കവിത ചൊല്ലാൻ തുടങ്ങിയതും. അതിലും ആകാശവാണിയെ സഹായിച്ചിട്ടുണ്ട്. ആകാശവാണിയിൽ ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ ദശകം എന്നൊരു കവിത നല്ല രീതിയിലൊരു ആലാപനം കേൾക്കുകയുണ്ടായി. ഒരു പീഠ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും. കവിതയെ ആകാശവാണിയായിട്ട് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഒരു വരികൾ ഒരിക്കലും മറക്കാനാകില്ല. ആകാശവാണിയിലാണ് ഞാൻ ഈ ഒരു കവിത ആദ്യം കേൾക്കുകയും പിന്നെ അതെനിക്ക് സിലബസിൽ പഠിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. കവിതകൾ ഒരുപാട് വായിക്കാറുണ്ടോ? വായിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു കവിത നമുക്ക് വേണ്ടി ചൊല്ലാമോ? ചൊല്ലാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ജനലിനപ്പുറം ജീവിതം പോലെ ഈ പകൽ വെളിച്ചം പൊലിഞ്ഞു പോവുന്നതും ചിറകു പൂട്ടുവാൻ കൂട്ടിലേക്കോർമതൻ കിളികളൊക്കെ പറന്നു പോവുന്നതും ഒരു നിമിഷം മറന്നു പരസ്പരം മിഴികളിൽ നമ്മൾ നഷ്ടപ്പെടുന്നുവോ. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയു സംഗീതമുള്ള നിശ്വാസവും. മുറുകിയോ നെഞ്ചിടിപ്പിൻ്റെ താളവും നിറയു സംഗീതമുള്ള നിശ്വാസവും. വളരെ നന്നായിട്ട് ചൊല്ലി. ഈ കവിതയൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? കവിത സെലക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അത് കേട്ട് നോക്കുക. ഒരു കവിത വരികളിലൂടെയുള്ളൊരു ആശയങ്ങൾ. മത്സരങ്ങൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു സാമൂഹിക പ്രസക്തിയുള്ളൊരു വിഷയം തന്നെ എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും കേട്ടാൽ ഒരു അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ അതിൻ്റെ വാക്കുകൾക്കൊക്കെ ഉള്ള ഭംഗി വേണം. ഇപ്പോൾ ചില കവിതകൾ നമുക്ക് ഗദ്യ കവിതകൾ മാതിരി ഉള്ളതുണ്ട്. ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗദ്യ കവിതകൾക്കും സ്വാധീനമുള്ള ഒരു രീതിയിലൊക്കെയാണ് വരുന്നുണ്ട്. മലയാളത്തിൽ കവിതാശാഖ മാറി വരുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാരും ഇഷ്ടപ്പെടുന്നത് ഈ അലങ്കാരികമായ രീതിയിലുള്ളൊരു കവിതകൾക്കാണ്. ഇച്ചിരി പഴയ ആൾക്കാർക്കും അതിനോടാണ് താല്പര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മലയാളം ലാംഗ്വേജ് എടുത്താണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ യൂണിവേഴ്സിറ്റി കോളേജിൽ. അപ്പോൾ തുടർ പഠനവും എല്ലാം ഗൈഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ നയിച്ചു കൊണ്ട് പോകുന്നത് ആരൊക്കെയാണ്? ആരാണ് സഹായിക്കുന്നത് ഇതിനെല്ലാം?
ഹയർ സെക്കൻഡറി വരെയൊക്കെ ആ ഒരു ഗൈഡർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് സ്കൂളിലെ അധ്യാപകരോട് നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ എത്തണം, നിങ്ങൾ പാതി ഒഴിച്ച് പഠിത്തം നിർത്തി പോകരുത്, നിങ്ങൾ ഒറ്റപ്പെടാനും പോകരുതെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കൃത്യമായിട്ട് ഗൈഡൻസ് എന്ന് വിടാൻ ആരുമില്ലായിരുന്നു. അന്ന് ബി എഡിനൊക്കെ പോയിരുന്നുണ്ടെങ്കിൽ അധ്യാപകരൊക്കെ ആവായിരുന്നു. വീട്ടിൽ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ തോളോട് തോള് ചേർന്ന് സഹായിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് കൂടെ നിൽക്കുന്നത്? സപ്പോർട്ട് സിസ്റ്റമായിട്ട് കൂടെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ തന്നെയാണ്. അമ്മയെ കുറിച്ചൊന്ന് പറയാം. അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് അജിത എന്നാണ്. അമ്മ ഇപ്പോൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളിയാണ്. ബാല്യത്തിൽ പിതാവ് നഷ്ടപ്പെട്ടു. ഈ ഒരു നില വരെ എത്തിച്ചത് അമ്മയാണ്. ഒട്ടും എളുപ്പമുള്ളൊരു ജേണി അല്ലല്ലോ. ഇപ്പം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആ ഒരു ജോലി നേടിയെടുക്കുന്ന ആ പോയിന്റ് വരെ ഒറ്റയ്ക്ക് അമ്മയാണല്ലേ കൂടുതലും ഈ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടി സഹായിച്ചുകൊണ്ടേയിരുന്നത്. അമ്മ തന്നെയാണ്. പിന്നെ അതിനോടൊപ്പം ഞാൻ ചില ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ പല കുട്ടികളുടെ രക്ഷിതാക്കളും പിന്നെ എൻ്റെ പല വിദ്യാർത്ഥികളും സഹായിച്ചിട്ടുണ്ട്. അതിൽ ഒരു സാറാണ് എന്നെ കൊണ്ട് PSC ക്ലാസ്സിൽ ചേർക്കുകയും PSC ക്ലാസ്സിൽ അധ്യാപകർ നല്ലൊരു സഹകരണമായിരുന്നു. നല്ലൊരു അറ്റൻഷൻ കിട്ടുകയും അതിലോടുകൂടി പഠിച്ച് ഇങ്ങനെ ജോലിക്ക് കയറാൻ സാധിച്ചത്. അതിൽ ഇപ്പൊ പറഞ്ഞല്ലോ കുറേ അധികം അധ്യാപകർ സഹായിച്ചിട്ടുണ്ടെന്ന്. അവരെ കുറിച്ചൊന്ന് പറയാമോ? അവരുടെ പേര്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്കൂളിൽ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സനൽകുമാർ എന്ന് പറഞ്ഞൊരു അധ്യാപകനാണ്. സാർ അവിടുത്തെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കൽ അധ്യാപകനായിരുന്നു, മൃദംഗ അധ്യാപകനായിരുന്നു. അദ്ദേഹം മൃദംഗ അധ്യാപകനാണെങ്കിൽ പോലും എന്ത് കാര്യങ്ങൾക്കും ഞങ്ങൾക്കൊരു ഉപദേശം തരാനാണെങ്കിലും ഒരു ഗുരുവായിട്ടും ഒരു രക്ഷകർത്താവായിട്ടും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു രജനീഷ് എന്ന് പറഞ്ഞൊരു അധ്യാപകനുണ്ട്. അത് കമ്പ്യൂട്ടറിന്റെ സാറാണ്. ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിലൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് അതിനൊരു ബേസ് ഉണ്ടാക്കി തന്നത് രജനീഷ് സാർ തന്നെയാണ്. ഞങ്ങൾ ഓഫീസിൽ വരെ സാധാരണ ആൾക്കാർ ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് മേലെ രീതിയിൽ നന്നായിട്ട് ചെയ്യാനായിട്ടും കളക്ടറുടെ അപ്രിസിയേഷൻ വരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണതേജ സാർ കളക്ടറായിരുന്ന സമയത്ത് തൃശ്ശൂർ. ആ ഒരു സന്ദർഭത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? കഴിഞ്ഞ 2024 പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വോട്ടേഴ്സ് ലിസ്റ്റുകളുടെ പേര് ചേർക്കലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തകൃതിയായിട്ടുള്ള വർക്ക് നടക്കുകയായിരുന്നു. എനിക്കൊരു കമ്പ്യൂട്ടർ അവർ തന്നു. അതിനകത്ത് സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അനോണമസ് ആയിട്ടൊരു ശബ്ദം വരണുണ്ടല്ലോ എന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രീൻ റീഡറിൻ്റെ ഡെഫിനിഷൻസ് എല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം ഒരു IT എഞ്ചിനീയറും കൂടെയാണ് ആ കളക്ടർ. അപ്പോൾ അദ്ദേഹം അത് മനസ്സിലാക്കുകയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അവിടെ മറ്റുള്ള സിസ്റ്റങ്ങളിൽ ചെയ്തതിനെക്കാട്ടും കൂടുതൽ ID കാർഡ് എൻ്റെ സിസ്റ്റത്തിൽ ചെയ്ത IP അഡ്രസ്സിൽ നിന്നാണ് കൂടുതൽ ബാക്കി വിടാനൊക്കെ സാധിച്ചത്. സാർ അതിനൊരു അപ്രിസിയേഷനൊക്കെ തന്നു. അത് വളരെ വലിയൊരു കാര്യമാണ്, ഇത്ര എഫിഷ്യന്റ് ആയിട്ട്. കാരണം പലപ്പോഴും ആളുകൾ വിചാരിക്കുമല്ലോ ഇവരെ ഏൽപ്പിച്ച് ഇത് നടക്കൂലെന്ന്. അങ്ങനൊന്നും അല്ല, അതെല്ലാം വെറും തെറ്റിദ്ധാരണകളാണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചല്ലേ? പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റി. അപ്പൊ അദ്ദേഹം ഷേക്കൻഡൊക്കെ തന്നിട്ട് അഭിനന്ദിച്ചിട്ട് പോയി. അതുപോലെ ഈ ജോലിയിലേക്ക് വരുന്നതിന് മുൻപ് PSC ക്ലാസ്സിൽ ചേർത്ത കാര്യം പറഞ്ഞല്ലോ. ആ ഒരു പ്രിപ്പറേഷൻ ലെവൽ എങ്ങനെയായിരുന്നു? സാധാരണ കുട്ടികളോടൊപ്പം നമ്മളിരുന്ന് പഠിക്കുന്ന സമയത്ത് നമുക്ക് അവരുമായിട്ട് നോട്ട് ഫോളോ ചെയ്ത് എഴുതി വരാനോ ഒന്നും സാധിക്കില്ല. എത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതിന് നമുക്ക് റെക്കോർഡ് ചെയ്താണ് ഞങ്ങൾ പഠിക്കുന്നത്. ഫോണിൽ വോയിസ് റെക്കോർഡർ ഓൺ ആക്കി ഇടുക. ക്ലാസ്സിൽ അധ്യാപകർ എന്ത് പഠിപ്പിക്കുന്നു അതെല്ലാം നമ്മൾ അതിനകത്ത് ടേപ്പ് ചെയ്ത് വയ്ക്കുകയും പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്ക് റിവിഷൻ ചെയ്യുമായിരുന്നു. പിന്നെ മാത്തമാറ്റിക്സ് പൊതുവെ ബോർഡിൽ എഴുതി വരുന്നത് കൊണ്ട് നമുക്കത് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട്. മാത്സ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു അധ്യാപകൻ എന്നെ മാത്രം പ്രത്യേകിച്ചൊരു ട്യൂഷൻ പോലെ അവിടെ തരുമായിരുന്നു. മറ്റുള്ള കുട്ടികൾ പോയി കഴിഞ്ഞാലും ഓഫീസിൽ വിളിച്ചു നിർത്തി അന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൈകൊണ്ട് വരച്ചും ഒക്കെ കാണിച്ചു തരുമായിരുന്നു. അത്രയും നല്ല രീതിയിൽ എന്നെയും കൂടെ ഇൻക്ലൂസീവ് ആയിട്ട് ചേർത്ത് നിർത്തി അവരോടൊപ്പം തന്നെ അതിന് മേലെ ആയിട്ടൊരു രീതിയിൽ പരിഗണിക്കുമായിരുന്നു അവർ. പിന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ജോലിയിലാണുള്ളത്. വേറെ ലിസ്റ്റിലുണ്ടോ അല്ലെങ്കിൽ എക്സാംസ് കുറെ എഴുതിയിട്ടുണ്ടായിരുന്നോ? എക്സാംസ് ഒരുപാട് എഴുതിയിട്ടുണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സങ്കടം വരും. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ എഴുതി നോർമൽ കാൻഡിഡേറ്റ്സിന് മുകളിൽ മാർക്കിൽ വന്നിട്ട് പോലും സ്കിൽ ടെസ്റ്റിന്റെ ചെറിയൊരു അപാകതയിൽ 5 തസ്തികകൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെടേണ്ടി വന്നവനാണ് ഞാൻ. അത് ഏത് വർഷമാണ്? അത് 2022 കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു. ടയർ 1 എക്സാം. ടയർ 1 ഓൾ ഇന്ത്യ ലെവലിൽ 200 മാർക്കിൽ 150.50 മാർക്കോടുകൂടി ഞാൻ ക്വാളിഫൈ ആയി. ടയർ 2 എക്സാമിനേഷനിൽ 287.41 മാർക്ക് 360. അപ്പോൾ അണ്ടർ റിസോർട്ട് കട്ട് ഓഫ് 260.55 ആയിരുന്നു. അതിൽ നിന്ന് നല്ല രീതിയിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റി. പക്ഷേ ഈ സ്കിൽ ടെസ്റ്റിൽ ഉണ്ടായ എററുകൾ ടൈപ്പിംഗ് ടെസ്റ്റിലുണ്ടായ DST എന്ന് പറയും, ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലുള്ള വേഗതയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും അതിന് റിസർവേഷൻ അല്ലെങ്കിൽ അങ്ങനെ റിസർവേഷൻ ഉണ്ടാകും. 5 മിനിറ്റ് എക്സ്ട്രാ തന്നിട്ടുണ്ടായിരുന്നു ടൈപ്പ് ചെയ്യാനായിട്ട്. പക്ഷേ അതിലും നമുക്കൊരു അസിസ്റ്റീവ് ഡിവൈസുകളുടെ പരിമിതികൾ ഉണ്ടായിരുന്നു. അതിന് ഞാൻ കേസിലൊക്കെ പോയിട്ടും നമുക്ക് ലാസ്റ്റ് അസിസ്റ്റീവ് ഡിവൈസ് ഇനിയെങ്കിലും പ്രൊവൈഡ് ചെയ്യണമെന്നൊരു സെൻട്രൽ ഡിസബിലിറ്റി കമ്മീഷൻ ഉത്തരവിട്ടതല്ലാതെ നമുക്ക് അതിനകത്ത് നേടിയെടുക്കാൻ പറ്റില്ല. അതിന്റെ ഭയങ്കര ഒരു മാനസിക സംഘർഷത്തിലൊക്കെ ആയിരുന്നു. ആ എക്സാമിന്റെ റിസൾട്ട് വരുന്നതിന് 3 ദിവസം മുന്നേ എഴുതിയ ഒരു എക്സാമാണ് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. ഇപ്പൊ ഈ പരിപാടി ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ വരുമ്പോൾ എല്ലാവരെയും പരിഗണിച്ച് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ ആ ടെസ്റ്റുകളിൽ കൂടി വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതാം. എന്റെ ഈ കേസിൽ തന്നെ സെൻട്രൽ ഡിസബിലിറ്റി കമ്മീഷൻ ഉത്തരവിട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസബിലിറ്റിക്കാര് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള അഭിവാജ്യ ഘടകമാണ്. അവർ ഏതെല്ലാം തലങ്ങളിലെത്തി. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ഒരാളുടെ അവസരം കളയരുത്. ഇത് കമ്മീഷന്റെ ഉത്തരവാണ്. കാഴ്ച പരിമിതർക്ക് പരീക്ഷകളുടെ സ്ക്രീൻ റീഡർ പ്രൊവൈഡ് ചെയ്യണം. കേൾവി പരിമിതർക്ക് ഇന്റർപ്രറ്ററെ പ്രൊവൈഡ് ചെയ്യണം. എല്ലാ പരീക്ഷ സെന്ററുകളും ഭിന്നശേഷി
ഭിന്നശേഷി സൗഹൃദമാക്കണം എന്ന് ഇപ്പോൾ കർശനമായിട്ടൊരു കോർട്ട് ഓർഡർ പോലെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സെപ്റ്റംബർ 1-നായിരുന്നു എൻ്റെ കേസിൻ്റെ ഫൈനൽ വിധി വന്നത്. അപ്പോൾ അന്ന് സ്റ്റാഫ് സെലക്ഷൻ്റെ അണ്ടർ സെക്രട്ടറിയോട് സെൻട്രൽ ഡിസബിലിറ്റി കമ്മീഷണർ ഉത്തരവിട്ടതാണ് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾ പരീക്ഷകളിൽ കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം PhD ചെയ്യുന്നുണ്ടല്ലോ. PhD ചെയ്യുന്നുണ്ട്. PhD ഏത് സബ്ജക്റ്റാണ്? മലയാളത്തിലാണ് ചെയ്യുന്നത്. മലയാളത്തിലെ ഏത് വിഷയം? വിഷയം എന്ന് പറയുന്നത് പ്രണയസങ്കല്പത്തിന്റെ ഭാവുകത്വ പരിണാമം, തിരഞ്ഞെടുത്ത മലയാള സിനിമാ ഗാനങ്ങളെ ആസ്പദമാക്കിയുള്ള പഠനം. ചലച്ചിത്ര ഗാനങ്ങളിലെ പ്രണയത്തിന് ഓരോ കാലഘട്ടത്തിനനുസരിച്ചുണ്ടായ മാറ്റങ്ങളാണ് ഞാൻ പഠന വിഷയമാക്കുന്നത്. അപ്പോൾ 1960 മുതൽ 2024 വരെ പല പല കാലഘട്ടങ്ങളായി തിരിച്ചാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇയർ വൈസ് തിരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1960, 80, 80, 90, 90, 2000, 2000 to 2010, 2010 to 2024 ഇങ്ങനെയാണ് ഞാൻ ഇയർലി തിരിച്ചിരിക്കുന്നത്. ഇയർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടയ്ക്ക് കാൽപ്പനിക ഘട്ടത്തിന്റെ അവസാനങ്ങളിലാവാം ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കുറെ ഫെമിലിയർ ആയി തുടങ്ങിയത്. കാൽപ്പനികവും ബിംബോ കൽപ്പനകളും ഒക്കെ അത് പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് മാറി. അങ്ങനെ ഉത്തരാധുനിക പ്രവണതകൾ വരെ അതിനകത്ത് കടന്നു വരുന്നു. ഉദാഹരണം ഒന്ന് പറയാമോ? ഇപ്പൊ പറഞ്ഞല്ലോ ഉത്തരാധുനിക പ്രവണതകൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരാധുനികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അസ്തിത്വത്തിലേക്ക് പോകുമെന്ന് പറയാം. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവള് മരുന്ന് വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, അവിടെ സീമത്വം കോട്ടറ ഒരു ടൈപ്പ് വേണമെന്ന് പറയാം. അങ്ങനെയുള്ള പാട്ട് അല്ലേ? ഇതിലെ പഴയതിലേക്ക് പോകുമ്പോ പഴയതിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ സ്വർണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻ രൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരി പൂജിക്കും. ഒരു ദൈവിക കൽപ്പന പോലെ, അതായത് ഒരു പുരാണ ഇതിഹാസ ടച്ചോടുകൂടി പ്രണയത്തിലേക്ക് കാണുന്ന ഒരു ഹെഡ്ലൈറ്റ് ടൈമായിരുന്നു ഈ 60, 70, 80കളുടെ കാലഘട്ടം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വന്ന കാര്യമാണ് ആദ്യം പറഞ്ഞത്. ആദ്യം പറഞ്ഞ പിന്നെ പഴയത് പറഞ്ഞു. ഇനി ഇതിന്റെ ഇൻ ബിറ്റ്വീനിലുള്ള കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു പാട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഇതുപോലെ പറഞ്ഞൊരു എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അത് പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് വരും. അതൊന്നും ഒരെണ്ണം പറയൂ. അതിലേക്ക് വരുമ്പോഴത്തേക്കും കരളെ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺപിറാവ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് അദ്ദേഹം. നിഖിൽ മഹേശ്വർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കാഴ്ചയ്ക്ക് പരിമിതിയുള്ളവരാണ്. അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ ഉള്ള ഒരു പ്രണയമാണ്, ആ ഒരു കാത്തിരിപ്പൊക്കെയാണ് ആ ഒരു ഗാനത്തിലൂടെ ഹൈദപ്രമാഷ് വിദ്യാസാഗർ കമ്പോസ് ചെയ്തതായിട്ട് നല്ലൊരു രീതിയിലാണ്. ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ അല്ലേ? PhD ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ എറണാകുളം LDCയിൽ കാഴ്ച പരിമിതരുടെ റാങ്ക് ലിസ്റ്റിൽ 2ാമതായിട്ട് ഞാൻ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ PhD കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ അവിടേക്ക് ജോയിൻ ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നമ്മുടെ പ്രയാണം എവിടെയും നിർത്തണ്ട, ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടേ ഇരിക്കട്ടെ അല്ലേ? പറഞ്ഞില്ലേ CGL എക്സാമിന്റെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ എവിടെയാണോ അങ്ങനെ ഒരു ഇത് വന്നത് അപ്പൊ അതിനേക്കാൾ ഉയർന്ന ഇതിലേക്ക് എത്താൻ സാധിക്കട്ടെ. എന്റെ ആഗ്രഹമുണ്ട്. എന്നോട് അമ്മ PhDക്ക് ലീവ് എടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്, അതുകൂടെ അംഗീകരിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ഡിമാൻഡ്? ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിനോടെ സിവിൽ സർവീസ് എഴുതി ഇന്ത്യൻ സിവിൽ സർവീസിൽ കയറണമെന്നൊരു ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ അത് സമ്മതിച്ചു. അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. ഏതൊരു ലക്ഷ്യത്തിലെത്താനും നമുക്ക് വേണ്ടത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ പേസിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സിവിൽ സർവീസ് ഒന്നും അസാധ്യമല്ല. കാഴ്ച പരിമിതിയുള്ള നിരവധി പേര് ഇപ്പോൾ സർവീസിലുള്ളവരുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യത്തിലെല്ലാം എത്താൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. തൃശൂർ ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന അക്ഷയ് എയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT. നേർവഴി സമാപിച്ചു. നേർവഴി